പണ്ടൊക്കെ കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ വല്യുമ്മമാര് കഥ പറഞ്ഞു കൊടുക്കും. രാജാവായിരുന്ന ഇബ്രാഹിം ബിൻ അദ്ഹം തങ്ങളുടെ കഥ, മൂസാ നബി വടിയിട്ട് പാമ്പാക്കിയ കഥ, യൂനുസ് നബി മത്സ്യവയറ്റിൽ കിടന്ന കഥ, അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഫാത്തിമ ബീവിയുടെയും കഥ, മുഹീദ്ദീൻ ഷേഖ് കള്ളന്മാരുടെ കയ്യിൽ പൊന്നു കൊടുത്ത കഥ. ഇങ്ങനെ സ്വാലിഹീങ്ങളെ പറഞ്ഞിട്ടായിരുന്നു അവർക്ക് ഒരു പാത്രം ഭക്ഷണം കൊടുത്തിരുന്നത്. എന്നാൽ ആ ഒരു തലമുറ, സ്വാലിഹീങ്ങളെ പറഞ്ഞ് ഭക്ഷണം കഴിച്ചിരുന്ന ഒരു തലമുറ മാറി കാക്ക നെയ്യപ്പം കൊണ്ടുപോയ കഥ പറയുന്ന ഒരു ജനറേഷനിലേക്ക് മാറി. ഇപ്പോൾ അവിടെ നിന്ന് മാറി കാക്കയും പൂച്ചയും കരടിയും സംസാരിക്കുന്ന കാർട്ടൂണുകളുടെ ലോകത്തേക്ക് നമ്മുടെ മക്കൾ എത്തിയിട്ടുണ്ട്. അവർക്കിന്ന് ഖുഷിയുള്ള കൂട്ടാനുകളല്ല വേണ്ടത്, മറിച്ച് അച്ചാർ കുപ്പിയിലേക്ക് ചാരിവെച്ച മൊബൈലിൽ തെളിയുന്ന റീൽസുകളും കോമഡികളും കാർട്ടൂണുകളുമാണ് ഇന്ന് അവരുടെ ഭക്ഷണത്തിന്റെ കൂട്ടാൻ എന്ന് പറയുന്നത്. അവരങ്ങനെ ഭക്ഷണം കഴിക്കുന്നു, ഇതവർ കണ്ടുകൊണ്ടിരിക്കുന്നു. പാത്രത്തിലുള്ള ഭക്ഷണം തീരുന്നത് പോലും അവരറിയുന്നില്ല, കൈ കഴുകിയതറിയുന്നില്ല, വായിൽ വെള്ളം കുപ്പിളിച്ചതറിയുന്നില്ല, ഭക്ഷണം കഴിച്ച് തീർന്നതറിഞ്ഞിട്ടില്ല. ഒരു യാന്ത്രികമായി ഭക്ഷണക്രമങ്ങൾ നടക്കുന്നു. ഇത്തരം കുട്ടികളിൽ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഒരു വിഷയത്തിലേക്ക് അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല എന്നതാണ്. അത് ഭക്ഷണത്തിലാണെങ്കിലും പഠനത്തിലാണെങ്കിലും അത് പ്രതിഫലിപ്പിക്കും. ഈ റീൽസിനടിമയായ സ്ക്രീൻ ടൈം കൂടിയ മക്കൾ ഇന്ന് നല്ലോണം പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ മദ്രസയിൽ അല്ലെങ്കിൽ സ്കൂളിൽ അധ്യാപകരുടെ മുന്നിലെത്തുമ്പോൾ ആ പഠിച്ചത് മുഴുവനും മറന്നുപോയിട്ടുണ്ടാകും. ഓർമ്മശക്തി നന്നേ കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ കാണാം. അധ്യാപകന്മാരുടെ മുന്നിലെത്തുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ കുട്ടി പ്രയാസപ്പെടുകയാണ്. കാരണം കുട്ടിയുടെ മൈൻഡ് മറ്റൊരു തലത്തിലാണുള്ളത്. ഇബാദത്തായി പരിചയപ്പെടുത്തപ്പെട്ട ഭക്ഷണത്തിന്റെ ക്രമം പോലും ഇങ്ങനെയാണെങ്കിൽ അവരുടെ പഠനത്തിൽ എത്ര അവർക്ക് കോൺസെൻട്രേഷൻ ലഭിക്കും എന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. അതുകൊണ്ട് നമ്മുടെ മക്കളെ നമുക്ക് തിരിച്ചു വേണം. നമ്മുടെ മക്കൾ കുടുംബത്തിൽ സന്തോഷം നൽകുന്ന മക്കളാവണം. ഉമ്മയും മക്കളും ഉപ്പയും മക്കളും ഒരു സോഫയിൽ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് രണ്ട് മൊബൈലുകളിൽ ഇങ്ങനെ കാണുമ്പോൾ 1 മണിക്കൂർ ഇരുന്നാലും ഒരു സംസാരവും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. അവിടെ നിന്ന് മാറിയിട്ട് ആശയവിനിമയങ്ങൾ നടത്തുന്ന, കുടുംബകാര്യങ്ങൾ സംസാരിക്കുന്ന, സന്തോഷം പങ്കിടുന്ന ഉമ്മയും ബാപ്പയും മക്കളുമായി മാറിക്കിട്ടാൻ നമ്മുടെ മക്കളുടെ സ്ക്രീൻ ടൈം കുറക്കുക എന്നത് വളരെ പ്രധാനമാണ്. അതിന് ആവശ്യമായത് നമ്മൾ ചെയ്യണം.